നമ്മൾ ദീർഘകാലമായി കണ്ടിട്ട്, അപ്പോൾ ഇന്നൊരു പുതിയ സംസാരം നടത്താം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ ഞാൻ ഡോക്ടർ കെ.എസ്. രാധാകൃഷ്ണനെ ആദ്യമായിട്ടാണ് ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയിൽ അഭിമുഖീകരിക്കുന്നത്. അപ്പോൾ ഇന്ന് ആ സന്ദർഭത്തിൽ അങ്ങയ്ക്കും എനിക്കും പ്രിയപ്പെട്ട ഒരു വിഷയം സംസാരിച്ചു തുടങ്ങാം. നമ്മുടെ നാട്ടിൽ ഈ ഹരികഥാ കാലക്ഷേപം കഥാപ്രസംഗ രൂപം പ്രാപിച്ചിട്ട് 100 വർഷം തികഞ്ഞു. ഈ ഹരികഥാ കാലക്ഷേപത്തിൻ്റെ കലാകാരനായിരുന്ന സത്യദേവൻ കുമാരനാശാൻ്റെ ചണ്ടാല ഭിക്ഷുകി കഥാപ്രസംഗമായി പറഞ്ഞു തുടങ്ങിയതാണ്. ഇതിൻ്റെ ഈ ചപ്പളാക്കൊട്ട മാറ്റിയിട്ട് കഥാപ്രസംഗത്തിൻ്റെ ഒരു ആധുനിക രൂപമൊക്കെ വരുന്നത്. അങ്ങനെ ചണ്ടാല ഭിക്ഷുകി ജനങ്ങളെ പഠിപ്പിക്കുന്ന ഒരു ക്ലാസ് റൂമിലിരുന്ന് പഠിപ്പിക്കുന്ന തരത്തിൽ അദ്ദേഹം പാട്ടും കഥയുമായിട്ട് ആവിഷ്കരിക്കുകയും ആ കഥാപ്രസംഗം ആശാൻ സത്യദേവൻ പോലും അറിയാതെ പുറകിൽ നിന്ന് കാണുകയും പിറ്റേ ദിവസം അദ്ദേഹത്തെ അഭിനന്ദിക്കുകയും ചെയ്തു. അപ്പോഴൊരു പുതിയ കലാരൂപം ഉടലെടുക്കുകയായിരുന്നു. അതിൻ്റെ 100ാം വാർഷികം കഴിഞ്ഞു. അതിന് ശേഷം കഥാപ്രസംഗത്തിൻ്റെ ചില ആധുനിക മുഖങ്ങളൊക്കെ വന്നു. സാംബശിവൻ, കടാമംഗലം സദാനന്ദൻ, ഇവരൊക്കെ ഖണ്ഡകാവ്യങ്ങളും മഹാകാവ്യങ്ങളും ഒക്കെ എടുത്ത് കഥാപ്രസംഗമായിട്ട് അവതരിപ്പിക്കുകയും ജനങ്ങൾക്ക് ഒരു ഔപചാരിക വിദ്യാഭ്യാസമായി അത് പ്രചരിക്കുകയും ചെയ്തു. ഉത്സവപ്പറമ്പിൽ നിന്ന് വിശ്വസാഹിത്യമെല്ലാം ഗ്രഹിച്ച് നമ്മുടെ തൊഴിലാളി സ്ത്രീകൾ പോലും ഷേക്സ്പിയറേയും മറ്റ് ദസ്തേവിസ്കിയെയും ഒക്കെ പോലെയുള്ള വിശ്വസാഹിത്യകാരന്മാരുടെ രചനകൾ, അവരുടെ കഥാപാത്രങ്ങളുടെ സ്വഭാവവിശേഷം, മാനസിക വ്യാപാരങ്ങൾ ഒക്കെ മനസ്സിലാക്കുന്ന ഒരവസ്ഥയിലേക്ക് കേരളത്തിൽ, ഇന്ത്യയിൽ വേറെങ്ങും ഇല്ലാത്ത തരത്തിലൊരു പ്രബുദ്ധത സാഹിത്യ സംബന്ധമായും കലാപരമായും അങ്ങനെ ഉണ്ടാക്കുന്നതിൽ ഈ കഥാപ്രസംഗ കലാകാരന്മാർ വലിയൊരു പങ്ക് വഹിച്ചു. പക്ഷേ ഒരു 10-20 വർഷമായിട്ട് ഈ കലാരൂപം കേരളത്തിൽ അന്യം നിന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പുതിയ കലാകാരന്മാരാരും ഉയർന്നു വരുന്നില്ല, പ്രസംഗത്തിന് വരുന്നില്ല. സാംബശിവന് ഒരു അനുഗാമിയില്ല. അപ്പോൾ ആ തരത്തിൽ അത് വേറെ എന്തെങ്കിലും രാഷ്ട്രീയ കാരണം കൊണ്ടാണോ എന്നും പരിശോധിക്കാവുന്നതാണ്. അങ്ങേക്ക് ഈ കലാരൂപത്തെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? ഒന്ന്, സുജാതൻ എന്നെ ഡോക്ടറൊന്നും വിളിക്കേണ്ട രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ മതി. കാരണം നമ്മൾ രാധാകൃഷ്ണനും സുജാതനുമായിരുന്ന കാലത്ത് പരിചയപ്പെട്ട് കിട്ടുന്നതിന് മുമ്പ് എനിക്കറിയാം, അന്ന് ഡോക്ടറേറ്റ് കിട്ടിയിട്ടില്ല. അതെ. അപ്പോൾ അതുകൊണ്ട് സുജാതൻ അങ്ങനെ പറഞ്ഞാൽ ഞാൻ സുജാതനെ പറയുള്ളൂ, അല്ലാതെ എനിക്ക് ഇത്തരം തുന്നലുകളൊന്നുമില്ല. അപ്പോൾ എൻ്റെ ബാല്യത്തിൽ നിന്ന് തുടങ്ങുന്നതായിരിക്കും നല്ലത്. എന്താ കാര്യമെന്ന് വെച്ചാൽ, ഞങ്ങളുടെ നാട്ടിൽ ആളുകൾക്ക് മലയാള സാഹിത്യത്തെക്കുറിച്ച്, വിശേഷം മലയാള കാവ്യ സാഹിത്യത്തെക്കുറിച്ച് ഒരവബോധം ഉണ്ടാക്കി കൊടുത്ത ഒരാൾ എന്ന് പറഞ്ഞാൽ കടാമംഗലം സദാനന്ദനാണ്. കടാമംഗലം സദാനന്ദൻ്റെ കഥാപ്രസംഗത്തിൻ്റെ അവതരണ ഗാനത്തിൽ 10 മലയാള കവികളെ അനുസ്മരിച്ചുകൊണ്ടാണ് അവതരണ ഗാനം തുടങ്ങുന്നത് തന്നെ. ആ 10 മലയാള കവികളെ അനുസ്മരിച്ചുകൊണ്ട് തുടങ്ങുന്ന അവതരണ ഗാനത്തിലൂടെയാണ് സ്കൂളിലും കോളേജിലും ഒന്നും പോയിട്ടില്ലാത്ത അന്നത്തെ സാധാരണ മനുഷ്യർ ഈ കവികളെക്കുറിച്ച് കേട്ടതും അറിഞ്ഞതും. പിന്നെ ഈ കടാമംഗലത്തിന് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. അതിഗംഭീരമായിട്ട് സംസ്കൃത ശ്ലോകങ്ങൾ സംഗീതാത്മകമായി ചൊല്ലാനുള്ള കഴിവുണ്ടായിരുന്നു. അത് കർണനൊക്കെ പറയുമ്പോൾ വിശേഷിച്ചു. വാഴക്കുല പ്രസിദ്ധം, രമണൻ അതിനേക്കാൾ പ്രസിദ്ധം. രമണൻ്റെ 3000 സ്റ്റേജ് തികയുന്ന ആ ഒരു ഇത് എറണാകുളം നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നു, ഈ ടൗൺ ഹാളിൽ അത് കേൾക്കാൻ വേണ്ടി ഞാനും പോയിരുന്നു. അന്ന് ഞാൻ ആദ്യം കേട്ടിട്ടുണ്ട്, പിന്നെ അത് കഴിഞ്ഞ് പോയിട്ടുണ്ട്. അതിലൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് അഭിനയമുണ്ട്, പാട്ടുണ്ട്, പിന്നെ പ്രസംഗമുണ്ട്. പിന്നെ ഇതിനേക്കാളെല്ലാം ഉപരിയായിട്ട് ഇവർക്കുണ്ടായിരുന്നൊരു മഹാസിദ്ധി എന്താണെന്ന് വെച്ചാൽ, അവരേത് സ്ഥലത്താണോ നിൽക്കുന്നത് ആ കോണ്ടക്സ്റ്റുമായിട്ട് ഇതിനെ ബന്ധപ്പെടുത്തി പറയാനുള്ള അസാമാന്യമായ കഴിവുണ്ടായിരുന്നു. അപ്പോൾ കടാമംഗലത്തിൻ്റെ ഇതിൽ ഞാൻ പോയി കേട്ടിരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, സംസ്കൃത ശ്ലോകങ്ങളുടെ ഈണം എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൂടി ആയിരുന്നു.
കവിത അസാമാന്യമായ സംഗീതത്തോടു കൂടി ചൊല്ലിയിരുന്നവരാണ് ഇവരൊക്കെ. അവരത് ചൊല്ലിക്കഴിയുമ്പോഴേക്കും ഒരു ചൊൽക്കാഴ്ചയുടെ ഭംഗി ഉണ്ടായിരുന്നു അതിനൊക്കെ. പക്ഷേ ഇത് പിന്നീട് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, വൃത്തവും താളവും നിശ്ചയമില്ലാത്ത മലയാളം അധ്യാപകർ ഈ കഥാപ്രസംഗത്തിൻ്റെ ശൈലിയിൽ മലയാള കവിത വായിക്കാൻ പാടില്ല എന്ന് കുട്ടികളെ പഠിപ്പിച്ചു. കോളേജുകളിൽ സംഭവിച്ചൊരു ദുരന്തമാണ്. അപ്പോഴെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗദ്യം വായിക്കുന്ന രീതിയിലാണ് പദ്യം വായിച്ചു പോകുന്നത്. ഇപ്പോൾ സുധർ മാമിനിയോട് അയോധ്യയിൽ ഗതരായോരളവ് അന്ന് ഒരന്തിയിൽ സീത പോയി സ്ഥിതി ചെയ്താൽ ഉടജാന്ത വാടിയിൽ, ഇങ്ങനെയാണ് ഇത് ചൊല്ലുന്നത്. പക്ഷേ ഇത് ആ വിയോഗിനിയുടെ വൃത്ത ഭംഗി ഇതിനകത്ത് നഷ്ടപ്പെട്ടു പോവുകയാണ്. കാരണം ആ വൃത്തം തന്നെ ഒന്ന് കുമാരനാശാൻ ഒരു വൃത്തം തിരഞ്ഞെടുക്കണമെന്നുണ്ടെങ്കിലേ അതിനൊരു കാവ്യാത്മകമായ കാരണം കൂടി ഉണ്ടാകും, അല്ലാതെ എടുക്കില്ല. കാരണം എനിക്ക് ഈ വൃത്തം വഴങ്ങി, അതല്ല, ഏത് വൃത്തവും അനായാസം വഴങ്ങത്തക്ക വിധത്തിലുള്ള കാവ്യ ശിക്ഷണം കിട്ടിയിട്ടുള്ള ഒരാളാണ് കുമാരനാശാൻ. അപ്പോൾ അദ്ദേഹം ഒരു വൃത്തം തിരഞ്ഞെടുക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ളൊരു കാരണം ഉണ്ടാകും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ വീണപൂവ് മറ്റേ വസന്ത തിലകമാണ് വൃത്തമായിട്ട് എടുത്തിട്ടുള്ളത്. ചൊല്ലം വസന്ത തിലകം തപസം ജഗംഗ ഹാ പുഷ്പമേ അധിക തുങ്ക പഥത്തിലെത്ര ശോഭിച്ചിരുന്നൊരു രാജ്ഞി കണക്കയേ നീ ശ്രീ ഭൂവിലസ്ഥിരമ സംശയമിന്നു നിന്റെ ആഭൂതിയങ്ങ് പുനരിങ്ങ് കിടപ്പിതോർത്താൽ. അത് അങ്ങനെ എഴുതണം എന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റേതായ രീതിയുണ്ട്. പക്ഷേ ഈ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് വൃത്തം പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പാടുണ്ട്, ഇതിരിത്തിരി സാങ്കേതികത്വമുണ്ട്. ഞാൻ 10ാം ക്ലാസ് വരെ ഇത് പഠിച്ചിട്ടുള്ളൂ. പക്ഷേ 10ാം ക്ലാസ്സിൽ വെച്ച് തന്നെ അടിസ്ഥാന വൃത്തങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ മാഷന്മാർ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ഈ വൃത്തങ്ങളൊക്കെ ഇപ്പോൾ കണ്ടാലും തിരിച്ചറിയാൻ കഴിയും. 10ാം ക്ലാസ് വരെ ഒരാൾ മലയാളം പഠിച്ചാൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അപ്പോഴും നമുക്ക് ഉപയോഗിക്കാനുള്ള മലയാളമൊക്കെ കിട്ടും. പിന്നീട് സ്പെഷ്യലൈസേഷനാണ്. ഇപ്പോൾ സുജാതൻ മലയാളം എം എ ഇരുന്ന മലയാളം എം എ അല്ലെങ്കിൽ പോലും ഒരാൾക്ക് മലയാളം എഴുതാൻ കഴിയും. 10ാം ക്ലാസ് വരെ നന്നായിട്ട് മലയാളം പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് പറ്റും. ഞാൻ എം എക്ക് മാത്രമേ മലയാളം പഠിച്ചു. BSc ഫിസിക്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം വന്നിട്ട് ഇവരിത് പഠിക്കാത്തവരിത് വന്നിട്ട് കഥാപ്രസംഗക്കാർ എന്തോ വലിയ തെറ്റ് ചെയ്തു എന്ന ഒരു പ്രചാരണം ഈ ആധുനികമായ മലയാള ഭാഷയും സാഹിത്യവും പഠിച്ചു വന്ന് അത് പഠിപ്പിച്ചവർ അവരുടെ കഴിവില്ലായ്മ മറച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. ആ വസ്തുത അവിടെ ഇരിക്കട്ടെ. പിന്നെ സാംബശിവനാണെങ്കിൽ വേറൊരു കാര്യമുണ്ട്. സാംബശിവൻ്റെ ഈ പാട്ടിന് പ്രത്യേകതയുണ്ട്, പറയുന്നതിന് പ്രത്യേകതയുണ്ട്. മാത്രവുമല്ല, ലോക സാഹിത്യത്തിലെ മഹത്തായ കൃതികൾ എടുത്ത് അവതരിപ്പിച്ച് ഈ സാധാരണക്കാർക്ക് ഇങ്ങനെ ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടത്. അപ്സരസാണെൻ്റെ ഡെസ്ഡിമൺ ഹൃദ്യമായി പാടുമാടും സുഹൃത്ത് സമ്മേളനങ്ങളിൽ, ഏതാണ്ട് ഇങ്ങനെയാണ് സാംബശിവൻ ഇത് അവതരിപ്പിക്കാറുള്ളത്. അല്ലെങ്കിൽ ഡെസ്ഡിമോണയെക്കുറിച്ച് എങ്ങനെയാണ് സാധാരണ നമ്മുടെ നാട്ടിൻപുറത്തുള്ള ഒരാൾ കേൾക്കുക? ആ ഡെസ്ഡിമോണ ഈ സാംബശിവൻ അത് പറഞ്ഞു കഴിയുമ്പോഴേക്കും അപ്സരസാണെൻ്റെ എന്ന് പിന്നെ ബാക്കി പിന്നിലിരിക്കുന്ന ആളാണ് പാടുന്നത്. പക്ഷെ അത് പാടി സാംബശിവൻ അവതരിപ്പിച്ച് കഴിയുമ്പോഴേക്കും അതിസുന്ദരിയായ ഡെസ്ഡിമൺ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നുണ്ടാവും. അങ്ങനെയാണ് ഷേക്സ്പിയറിയൻ കഥാപാത്രങ്ങൾ, ഡോസ്റ്റോവസ്കിയുടെ കഥാപാത്രങ്ങൾ, ബംഗാളിലെ നോവലുകൾ, വലിയ ബംഗാളിലെ വലിയ എഴുത്തുകാരുടെ നോവലുകളിൽ അവർ വിഭാവനം ചെയ്തെടുത്ത കാര്യങ്ങൾ, നമ്മുടെ ചങ്ങമ്പുഴയുടെ കൃതികൾ, എറണാകുളം ഇതാണെങ്കിൽ എടക്കൊച്ചി പ്രഭാകരൻ എന്ന് പറഞ്ഞ വേറൊരു വലിയ കഥാപ്രസംഗക്കാരനുണ്ടായിരുന്നു. മനോഹരമായിട്ട് പാടുമായിരുന്നു, ഗംഭീരമായിരുന്നു. കാണാനാണെങ്കിൽ പരമസുന്ദരനും. ഇങ്ങനെ നിന്ന് അദ്ദേഹം ഇത് പാടുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ പണത്തിന് ബുദ്ധിമുട്ടാണ്, എനിക്ക് 10 രൂപ ഇരിക്കട്ടെ വത്സല, ചങ്ങമ്പുഴ ഒരു കവിത എടുത്തിട്ടാണ് പറയുന്നത്. ഇപ്പോൾ പണത്തിന് ബുദ്ധിമുട്ട്, ഇങ്ങനെ പറഞ്ഞു പോകുന്നൊരു കാര്യം. അപ്പോൾ ഇതൊക്കെ കേട്ട് വളർന്നു വന്ന ഒരു ബാല്യം എനിക്കുണ്ട്.
ഞാൻ അവരോടെല്ലാം കടപ്പെട്ടിട്ടുണ്ട്. എന്താ കാര്യമെന്ന് വെച്ചാൽ ഈ കൃതികളൊക്കെ പിന്നീട് വായിക്കുമ്പോഴും പിന്നീട് മനസ്സിലാക്കുമ്പോഴും ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ആദ്യം, കാരണം എനിക്ക് ഇതെല്ലാം അതല്ലാതെ കേൾക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നില്ല. ആർക്കും ഇല്ല, കേരളത്തിലെ ആ കാലഘട്ടത്തിൽ ആർക്കും ഇല്ല. അല്ല, അങ്ങനെയല്ല, ബുദ്ധിജീവികൾക്കുണ്ടായിരുന്നു എന്നാണ് അവർ പറയണത്. ഇനി ഞാൻ ബുദ്ധിജീവിയല്ലാത്ത കാരണം എനിക്കറിയില്ല. എനിക്ക് ഇങ്ങനെ അല്ലാതെ ഞാൻ അടക്കമുള്ള തലമുറയ്ക്ക് ഒരു വിദ്യാഭ്യാസം നൽകിയ വളരെ പ്രമുഖമായ ഒരു കലാരൂപമാണത്. പിന്നീട് അന്ന് സുജാനൊരു കാര്യം അറിയാമോ, എൻ്റെ നാട്ടിലെ കൊച്ചു ഗ്രാമത്തിൽ പോലും 8-10 കഥാപ്രസംഗക്കാരുണ്ടായിരുന്നു. അതിലൊരാളെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു വാസു, തട്ടാൻ വാസു എന്നാണ് അദ്ദേഹം അറിയുക. അദ്ദേഹം ഈ ഗോൾഡ് സ്മിത്താണ്. അദ്ദേഹം കഥാപ്രസംഗക്കാരനായിരുന്നു. അദ്ദേഹം ഇത് കഥ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ കഥാപ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ തമാശകളുമുണ്ട്. തമാശകളുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേറൊരു കാതികൻ നമ്മുടെ നാട്ടിൽ ഉത്സവത്തിൽ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ചുരുക്കണം എന്ന് പറഞ്ഞ്, അപ്പോൾ ഇവർ എഴുതി കൊടുത്ത്, അപ്പോൾ ഇയാൾ പറഞ്ഞ് കഥ ചുരുക്കിയിട്ടും ചുരുങ്ങണില്ല. ഇങ്ങനെയൊക്കെയുള്ള തമാശകളും ഉണ്ടായിട്ടുണ്ട്. ഞാനിത് പറയണത് അത്ര ജനകീയമായൊരു കലാരൂപമാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ രാഷ്ട്രീയം ഒരു ഘടകമായിരുന്നു. അതിപ്പോൾ സദാനന്ദനായാലും സാംബശിവനായാലും എടക്കൊച്ചി പ്രഭാകരനായാലും ഇവരെല്ലാവരും ഇടതുപക്ഷക്കാരായിരുന്നു. കമ്മ്യൂണിസ്റ്റ്, ഒരാൾ വലതുപക്ഷം, ഒരാൾ ഇടതുപക്ഷം, അങ്ങനെ ഉള്ള CPM ഉം CPI ഉം ഒക്കെ ആയിരുന്നു. പക്ഷെ ഇവരൊക്കെ കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു. പിന്നെ ഇതൊക്കെ പറയുമ്പോൾ ഒരു കാര്യമുണ്ട്, അടിയന്തരാവസ്ഥക്കാലത്ത് ജയിൽവാസം അനുഭവിച്ച കലാകാരനാണ് സാംബശിവൻ എന്ന കാര്യം ഇവർ മറക്കരുത്. അതെ, അത് എൻ്റെ രസം, കോൺഗ്രസ്സുകാരനായ വിമൽ മിത്ര എഴുതിയ കോൺഗ്രസിൻ്റെ ചരിത്രം കഥാപ്രസംഗമായിട്ട് പറഞ്ഞപ്പോഴാണ് ഇത് സംഭവിച്ചത്. 20-ാം നൂറ്റാണ്ട്. പിന്നെ അത് മാത്രമല്ല, അന്ന് ഈ റേഷൻ അരി കിട്ടുക വലിയ പ്രയാസമാണ്. സുജാന് ഓർമ്മയുണ്ടോ എനിക്കറിയില്ല, വലിയ പ്രയാസമാണ്. അപ്പോൾ ഈ റേഷൻ കടയിൽ പോയി കഴിഞ്ഞിട്ട് എന്ന് ചോദിക്കും. അപ്പോൾ ഇല്ല. അതൊക്കെ അവതരിപ്പിക്കുന്ന സമയത്ത് ഇരിക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യർ ഇളകി മറിഞ്ഞാണ് ചിരിക്കുന്നത്. കാരണം അവരുടെ അനുഭവമാണ് ഈ പറയുന്നത്, അവരുടെ അനുഭവമാണ്. അതെ, പകൽ അവരനുഭവിച്ചാണ് ഈ രാത്രി വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു, പിന്നെ അത് മാത്രവുമല്ല, അവരുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് ആവശ്യമായ ഒരു പൊതുപ്രവർത്തനം കൂടി വേണം എന്ന സന്ദേശം ഇവരൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ തെക്കൻ കേരളത്തിൽ ഞാനൊരു ഇടപെട്ട് പറഞ്ഞോട്ടെ, തെക്കൻ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അണികളുണ്ടായത് കാൾ മാർക്സിനെ കേട്ടിട്ടോ ദാസ് ക്യാപിറ്റൽ വായിച്ചിട്ടോ അല്ല. അത് ഇപ്പോഴും അല്ല. അവിടെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ വോട്ട് പിടിക്കാനോ ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാനോ സാംബശിവൻ്റെ ഒരു കഥാപ്രസംഗം വെക്കും, അല്ലെ ദേശാഭിമാനി തിയേറ്റേഴ്സിൻ്റെ ഒരു നാടകം വയ്ക്കും. അല്ല, നാടകവും കഥാപ്രസംഗവുമാണ് ജനങ്ങളുടെ പ്രശ്നം. അതിൻ്റെ പരിമിതികൾ എന്തൊക്കെ തന്നെ ആയാലും ഒരു വലിയ ദൗത്യം, ഒരു സാംസ്കാരിക ദൗത്യം, ഒരു രാഷ്ട്രീയ ദൗത്യം, ഒരു സാമൂഹിക ദൗത്യം, ഒരു നവോത്ഥാന ദൗത്യം, ഇത്രയും കാര്യങ്ങൾ കേരളത്തിൽ ചെയ്യുന്നതിന് വേണ്ടി ഇത്രയേറെ പരിശ്രമിച്ചിട്ടുള്ള കലാകാരന്മാർ ഞാൻ ഈ പറയുന്ന രീതിയിൽ ഇവരാണ്. എത്ര പേരുണ്ടായിരുന്നു വലിയ രീതിയിൽ കേരളത്തിൽ. ഒപ്പം ഇതിൻ്റെ പാരലായിട്ട് ഭക്തിരസപ്രധാനമായ കഥകൾ പറഞ്ഞിരുവരുമുണ്ട്. തീർച്ചയായും നമ്മുടെ മൻമോഹൻ സാറ്, കെ വാദ്യാർ, മൻമോഹൻ സാർ, ഞാൻ ഇവരുടെയൊക്കെ കഥാപ്രസംഗം കേട്ടിട്ടുണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ ഇതിങ്ങനെ അവരിത് അവതരിപ്പിക്കുന്ന സമയത്ത്, ഇപ്പോൾ ഈ കടാമംഗലം ഈ കർണൻ നമ്മുടെ രമണൻ തൂങ്ങി മരിച്ച് രംഗം പറയുന്ന സമയത്ത് ആ പ്രദേശം മുഴുവൻ നിശ്ചലമായിട്ട് നിൽക്കും. അത്രയേറെ അഭിനയ പ്രാധാന്യത്തോടു കൂടിയാണ് അവരിതൊക്കെ ചെയ്തിട്ടുള്ളത്. ഈ ചന്ദ്രിക എന്ന പേര് ആ കാലത്ത് വളരെ പോപ്പുലറായി. അയ്യോ, അത് രമണനാണ്. രമണ അതിൻ്റെ താങ്ക്സ് ഗോസ് ടു, അതിൻ്റെ കാരണം നമ്മുടെ കടാമംഗലമാണ്. ഇപ്പോൾ 70-60 കഴിഞ്ഞ പെണ്ണുങ്ങൾക്കെല്ലാം ചന്ദ്രിക എന്നുള്ള പേരുള്ളതുണ്ടെങ്കിൽ, അതുപോലെ ഈ മതവ്യത്യാസമില്ലാതെ ഐഷ വന്നു. ഐഷ മറ്റേ സാംബശിവനാണ്. അതായത് കൊല്ലത്തും തിരുവനന്തപുരത്തും ഹിന്ദുക്കൾക്ക് ഒരുപാട് പേർക്ക് ഐഷ എന്ന പേരുണ്ട്, ജമീൽ എന്ന് പേരുണ്ട് ഹിന്ദുക്കൾക്ക്.
പിന്നെ വേറൊരു കാര്യം, അത് എന്താ കാര്യം വെച്ചാൽ ഇവർ പോയി പോപ്പുലറാക്കി എടുത്തതാണത്. അതെ അതെ. അത് അങ്ങനെ വേണം. അന്നത്തെ ഏറ്റവും വലിയ കലാരൂപമായിരുന്നു. അത്രയേറെ സ്വാധീനം ചെലുത്തിയ വലിയ അത് ഇവർ അത് സത്യത്തിൽ ഒരു അക്കാദമിക താല്പര്യത്തോടു കൂടി അതിൻ്റെ സ്വാധീനം ആരെങ്കിലുമൊക്കെ ഗവേഷണം ചെയ്യേണ്ടതാണ്. പക്ഷേ ഇതിനൊരു അപജയം സംഭവിച്ചു. 2 ഘട്ടങ്ങളിലായിട്ടാണ് അത് സംഭവിച്ചതെന്ന് ഞാൻ ഊഹിക്കുന്നു. ഒന്ന്, കേരളത്തിൽ ഈ ആധുനിക സാഹിത്യം പ്രചാരം നേടി. ഈ കഥാപ്രസവമൊക്കെ ഒരു തരം വില കുറഞ്ഞ കലാരൂപമാണ്. അത് കേൾക്കുന്നവർക്ക് നിലവാരം കുറവ്. എനിക്ക് നിലവാരം കുറവാണെന്ന് എൻ്റെ പല ബുദ്ധി സുഹൃത്തുക്കളും പറഞ്ഞിട്ടുണ്ട്. ഈ കഥാപ്രസവം ഈ സ്റ്റേജിൽ നിന്നിങ്ങനെ ഇത് ഓവർ സെൻറ്റിമെൻറ്റ് കാണിക്കുന്നു. അല്ല, ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ, ഇത് പറഞ്ഞിട്ടുള്ള ഒരാൾക്കും സ്റ്റേജിൽ നിന്ന് ഒരു 4 വാചകം പറയാൻ കെൽപ്പില്ലാത്തവരുമാണ്. അത് ശരിയോ? അപ്പോൾ ഇങ്ങനെ ഒരു ആക്ഷേപം വരികയും കഥാപ്രസവത്തിൻ്റെ പ്രണേതാക്കളൊക്കെ ഒരുമാതിരി വില കുറഞ്ഞ ആളുകളാണ്, അവർക്ക് നിലവാരം പോരാ എന്നൊരു തോന്നലുണ്ടാകുമോ എന്ന് ഭയവും ഉടലെടുത്തു. പുതിയ തലമുറ ക്ഷേത്ര ഭരണത്തിനൊക്കെ വന്നപ്പോഴാണ് കഥാപ്രസവം വേണ്ട, മിമിക്രി പരേഡ് മതി. മിമിക്രിയും പിന്നെ മറ്റേ ഡാൻസ് ഉണ്ടല്ലോ, സിനിമാറ്റിക് ഡാൻസ്, ഇത് കഥാപ്രസംഗത്തെ തള്ളിമാറ്റി രംഗപ്രവേശം ചെയ്തു. അതിന് ഈ എറണാകുളത്തെ ചാവറ കൾച്ചറൽ സെൻറ്റർ ഒരു പങ്കുവഹിച്ചു. പിന്നെ ഇവിടെ കലാഭവൻ എന്ന സ്ഥാപനവും. ഇത് പിന്നെ ഇതിനകത്തുകൂടെ ഒരു നുഴഞ്ഞുകയറ്റം നടന്നിട്ടുണ്ടോ എന്ന് പോലും സംശയിക്കണം. കാരണം കഥാപ്രസംഗം, നാടകം എന്നീ കലാരൂപങ്ങളെ ഉത്സവപ്പറമ്പുകളിൽ നിന്ന് ഓടിക്കാൻ ഒരു രാഷ്ട്രീയ ഗൂഢോദ്ദേശം നടന്നു. അല്ല, അത് മാത്രം അതല്ല, നാടകം പോയതിൻ്റെ കാരണം അതല്ല, അത് വേറൊരു സന്ദർഭത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. എൻ്റെ പഞ്ചായത്തിൽ, മുളകുകാട് പഞ്ചായത്തിൽ 6 അഖില കേരള നാടക മത്സരം നടക്കുമായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ ഈ നാടക മത്സരത്തിൽ പോകുന്നൊരു ജഡ്ജായിരുന്നു. അത്ര എളുപ്പമല്ല ഇന്നത്തെ രീതിയിൽ. നാടകം കഴിഞ്ഞ് ഈ നാടകക്കാരുണ്ടാകും, നാടകം കഴിഞ്ഞ് ജഡ്ജ്മെൻറ്റ് നാട്ടുകാരുടെ മുമ്പിൽ അവതരിപ്പിക്കണം. അപ്പം നമുക്ക് മറ്റേ ഇത് ഇഷ്ടപ്പെട്ടത് മാത്രമല്ല, അവർക്കും കൂടി അത് തോന്നണം. കടലിൻ്റെ മക്കൾ എന്ന് പറയുന്ന നാടകം ആദ്യമായിട്ട് മുളകുകാട്ട് അവതരിപ്പിച്ചപ്പോൾ 6 സമ്മാനം അതിന് കൊടുത്തുകൊണ്ട് അത് ഡിഫെൻഡ് ചെയ്ത് സംസാരിച്ച ആൾ ഞാനാണ്. നല്ല നാടകമായിരുന്നു. ഒരു പ്രൊഫഷണൽ നാടകത്തിൻ്റെ എല്ലാ മികവോടും കൂടി വന്ന് അവർ ഗംഭീരമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നു. ആ നാടകത്തിൻ്റെ രംഗങ്ങളൊക്കെ ഓർമ്മയുണ്ട്. പക്ഷേ ഈ നാടകം എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും മനുഷ്യൻ്റെ ധർമ്മസങ്കടങ്ങൾക്ക് നടുക്ക് നിൽക്കാതെ നാടകത്തിന് നിലനിൽപ്പില്ല. അത് കഴിഞ്ഞ് ആധുനികം എന്ന് പറയുന്ന ഒരു നാടക സമ്പ്രദായം കയറി വന്നു. ജനാധിപത്യം, മതേതരത്വം, സോഷ്യലിസം ഒക്കെ ക്യാരക്ടേഴ്സായിട്ട് വന്നു. കാലം, കലി കാലം, ശ്രീകണ്ഠൻ നായരുടെ കാലം, ശ്രീകണ്ഠൻ നായർ അറിയപ്പെടാൻ പോകുന്ന അതിൻ്റെ ഒന്നും പേരിലല്ല, രാമായണ നാടകങ്ങളുടെ പേരിൽ മാത്രമായിരിക്കും. ബാക്കിയൊക്കെ ഗോഷ്ഠികളാണ് എന്നുള്ള കാര്യം ശ്രീകണ്ഠൻ നായർക്കും അറിയാമായിരുന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ രാമായണ നാടകങ്ങളുണ്ട്, 3 നാടകത്രയം ഉണ്ട്. പക്ഷേ ഇവർ എന്ത് ചെയ്യുന്നു വെച്ചാൽ കലി കണ്ടിട്ട് പ്രേക്ഷകർ കൂവിയപ്പം ശ്രീകണ്ഠൻ നായർ സ്റ്റേജിൻ്റെ ബാക്കിൽ വന്ന് പറഞ്ഞു, നാടകം ഒരു വിജയവും പ്രേക്ഷകർ ഒരു പരാജയവും എന്ന് പറയേണ്ടി വന്നു. അപ്പോൾ പോപ്പുലർ അല്ല എന്ന് പറയാനുള്ള കാരണം വെച്ചാൽ ഇത് പോപ്പുലർ ആക്കി എടുത്തിട്ട് കാര്യമില്ല. കാരണം നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് യാതൊന്നും പറയാത്ത ഒരു കലാസൃഷ്ടി നിങ്ങൾ വായിക്കില്ല, കാണില്ല, കേൾക്കില്ല. ഒരു സംശയവും വേണ്ട. നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് പറയണം, നിങ്ങളുടെ സ്വപ്നങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസ്ഥാഭേദങ്ങളെക്കുറിച്ച് ഒക്കെ പറയുമ്പോൾ നിങ്ങളത് കേൾക്കും, കാണും. നാടകം കുറേ കഴിഞ്ഞപ്പോഴേക്കും എന്താണ് പറയുന്നത് എന്നുള്ള കാര്യം കൊഴുത്ത കാളക്കുട്ടി പോലെയൊക്കെ ഇരുന്നു എന്നുള്ളതാണ് വസ്തുത. കാരണം ഇത് വലിയ പരീക്ഷണങ്ങളാണ് എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ നിങ്ങളുടെ നാട്ടുകാരൻ കൂടിയായിട്ടുള്ള, നിങ്ങളുടെ നാടല്ല എന്നാലും അവിടെ ഉള്ളതാണല്ലോ നമ്മുടെ കാവാലത്തിൻ്റെ നാടകങ്ങൾ അവനവൻ കാണുമ്പോൾ മാരേജ് കോളേജിൽ അവതരിപ്പിക്കാനുള്ള അതിൻ്റെ ഉത്സാഹ കമ്മിറ്റിയിൽ ഞാനും ഉണ്ടായിരുന്നതാണ്. പക്കിമകൾ ചിത്തിരപ്പെണ്ണെ, 10-20 എത്തിയ പെണ്ണെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പാട്ടുകളും പാട്ടുപരീക്ഷയും ആട്ടപ്പണ്ടാരവും വരുന്നു.
ഒന്ന് ഈ പാട്ട് പരീക്ഷ എന്നൊരു സങ്കല്പം തന്നെ അത്ര ഇല്ല. പാട്ടുകാരെയൊക്കെ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ വളരെ ആദരവോടുകൂടിയല്ലേ ആളുകൾ കണ്ടിരുന്നത് കേട്ടിരുന്നതൊക്കെ. ചെറിയ പാട്ടുകാരനാണെങ്കിൽ പോലും അവൻ പാടട്ടെ, അവൻ്റെ പാട്ട് നമ്മൾ കേൾക്കും. അന്ന് ഇങ്ങനെ പാട്ട് കേൾക്കാനുള്ളൊരു സൗകര്യമൊന്നുമില്ല. അപ്പോഴാണ് പിന്നെ ഡാൻസ് എല്ലാ ക്ഷേത്രത്തിൻ്റെയും ഉത്സവത്തിന് അരങ്ങേറ്റം ഉണ്ടാകും. ശരിയല്ലേ? ആ പ്രദേശത്തുള്ള കുട്ടി. പിന്നെ അത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു നാടകം എടുത്തിട്ട് പൊന്നൻ നിൽക്കുന്ന ശരി എന്നൊക്കെ പറഞ്ഞൊരു നാടകകൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു. എനിക്കറിയാമോ എനിക്കറിയില്ല. യുഗം എന്ന് പറഞ്ഞിട്ടൊരു നാടകം. യുഗം എഴുതിയത് പൊന്നൻ നിൽക്കുന്ന ശരിയാണ്. പിന്നെ സബർമതി അകലെയാണ്, അത് മറ്റേ എങ്ങനെ പ്രൊഫസർ യുഗം എഴുതുന്നു. അതൊക്കെ മനുഷ്യർ നാട്ടിൻപുറത്ത് അവതരിപ്പിച്ചിരുന്നതാണ്. അത് ശങ്കരപ്പിള്ള സ്വാമി. അത് മറ്റേ ഏത് സബർമതി അകലെയാണ്. ഇതൊക്കെ നാട്ടിൻപുറത്ത് ആളുകൾ ഇത് അവതരിപ്പിച്ചിരുന്നതാണ്. ആ പ്രദേശത്തുള്ള ജനങ്ങൾ അവരുടെ കഴിവ് ഉപയോഗിച്ചിട്ട് അഭിനയിച്ചിരുന്നതാണ്. അതൊരു വലിയ ഉത്സാഹമായിരുന്നു. അത് മാത്രമല്ല, ഇവരൊന്നും നടന്മാരല്ല. പല രംഗങ്ങളിൽ ജോലി എടുത്തുകൊണ്ട് ജീവിക്കുന്നവർ ആ ഒരു ഇത് വരുന്ന സമയത്ത് ഒരു നാടകം എടുത്ത് അവതരിപ്പിക്കുന്ന ഒരു പങ്കാളിത്തവും കൂടി അന്നത്തുണ്ടായിരുന്നു. ആ നാടക സംസ്കാരമൊക്കെ നശിപ്പിക്കുന്നതിൽ നമ്മുടെ ആധുനിക നാടകകൃത്തുക്കൾ വഹിച്ച പങ്ക് വളരെ വലുതാണ്. ഇപ്പം എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ നാടകം ആരും കാണുന്നില്ല എന്നുള്ളത് പോയിക്കോട്ടെ. അപ്പോൾ അവർ പറയും എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ നാടകം അധികം പേര് കാണാതിരിക്കുന്നതാണ് ഏറ്റവും മഹത്ത് എന്നുള്ളത് പറയും. അത് ഒരു കാലത്ത് വന്ന ഒരു പ്രതിഭാസമാണ്. നമ്മൾ കഥാപ്രസംഗത്തിലേക്ക് മടങ്ങി വന്നാൽ കഥാപ്രസംഗത്തിന് പിന്നീട് അനുകർത്താക്കളൊക്കെ ഉണ്ടായെങ്കിലും അത് പിന്നീട് അത് ഇനിയിപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ആ സ്പേസ് ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ഒരു കാര്യമുള്ളത് കഥാപ്രസംഗത്തിൻ്റെ മാത്രമല്ല, ചിറ്റൂർ കോളേജിൽ ഞാൻ പഠിപ്പിക്കുന്നു. അപ്പോൾ ചിറ്റൂർ കാവുണ്ട്. ചിറ്റൂർ കാവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പി ലീലയുടെ വീടിൻ്റെ തൊട്ടിപ്പുറത്താണ് ആ കാവുള്ളത്. അവിടെ കഥകളി ഉണ്ടാകും. അപ്പോൾ കലാമണ്ഡലം പിന്നെ ഗോപി ആശാനൊക്കെ വരുന്ന കഥകളി നടത്തുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മലയാള അധ്യാപകനായിരുന്ന ഒരു രാജേന്ദ്രപിള്ളയുണ്ട്. രാജേന്ദ്രപിള്ള ഇപ്പം ഇല്ല, അദ്ദേഹം മരിച്ചുപോയി. അപ്പോൾ രാജേന്ദ്രപിള്ള പറഞ്ഞു നമുക്ക് കഥകളി കാണാൻ വേണ്ടി പോകാം എന്ന് പറഞ്ഞു. ഞങ്ങളങ്ങനെ ചിറ്റൂരിൽ നിന്ന് അവിടെ പോയി. അപ്പോൾ അടുത്ത ദിവസം ഒരു ശനിയാഴ്ചയാണ്. അപ്പോൾ ക്ലാസ്സും ഇല്ല. പുലരും വരെ കഥകളി കണ്ടാലും വലിയ കുഴപ്പമൊന്നുമില്ല, ഇരുന്ന് പകൽ കിടന്നുറങ്ങാം. അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. വെയിറ്റ് ചെയ്തിട്ട് കഥകളി തുടങ്ങുന്നില്ല. അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു 10 പേര് ഇവിടുത്തെ മുമ്പിൽ വന്നിരുന്ന് കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ തുടങ്ങാമെന്നാണ്. കഥകളി കാണാൻ ആളില്ല, വസ്തുതയാണ്. ഓട്ടം തുള്ളൽ കാണാൻ ആളില്ല, കൂത്തും കൂടിയാട്ടവും കാണാൻ ആളില്ല. ഇത് കഥകളിയുടെ കഥാപ്രസംഗത്തിൻ്റെ മാത്രമല്ല, എല്ലാ ഉത്സവ പറമ്പിലെയും കലാരൂപങ്ങൾ എൻ്റർടൈൻമെൻറ്റിൽ നിന്ന് പോയി, എൻ്റർടൈൻമെൻറ്റിൽ നിന്ന് മാറിപ്പോവുകയും അത് ദൃശ്യമാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും, പിന്നെ അത് മാത്രമല്ല അതിൽ കുറേ കൂടി ഫലിതം പെട്ടു. ഫലിതം മനുഷ്യർക്ക് എപ്പോഴും താല്പര്യമുള്ളൊരു കാര്യമാണ്. ആ ഫലിതം തീർച്ചയായിട്ടും നമ്മുടെ മിമിക്രി കലാകാരന്മാരൊക്കെ അവർ നന്നായിട്ട് ഫലിതബോധമുള്ളവരാണ്. അവരത് അവതരിപ്പിക്കുകയും ചെയ്തു. പക്ഷേ അതിൻ്റെ ഒരു ലോഞ്ചിവിറ്റി എത്ര ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതില്ല. അതിപ്പോൾ അവരുടെ വിധിയാണ്. വലിയൊരു അപകടം സംഭവിച്ചു. ഇപ്പോൾ സാംബശിവൻ അന്നാ കരണീന കഥാപ്രസംഗമായിട്ട് പറയുന്നു, ഒരു കുലീനയായ സ്ത്രീയുടെ അധപ്പതനം ലിയോ ടോൾസ്റ്റോയ് എങ്ങനെയാണ് ഭാവന ചെയ്തത് എന്ന് അതിനകത്ത് അന്നയുടെ കഥ നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ മനസ്സിലാവുകയാണ്. ഒരു സംസ്കാര സമ്പന്നയായ സ്ത്രീ അധപ്പതിക്കുന്നത് എങ്ങനെ, അവൾക്ക് ഭർത്താവിനേക്കാൾ ഉപരിയായ മറ്റൊരു ബന്ധം ഉണ്ടാകുന്നു. അത് നമ്മുടെ ഒരു ആവറേജ് സമൂഹത്തിൽ സംഭവിക്കാവുന്ന ഒരു വിദ്യാസമ്പന്നയായ സ്ത്രീക്ക് സംഭവിക്കാവുന്ന ട്രാജഡിയാണ് എന്ന് തോന്നൽ കഥാപ്രസംഗം കേൾക്കുമ്പോൾ വരും. അതിൻ്റെ വേദന മനുഷ്യൻ ഏറ്റെടുക്കും. അതേസമയത്ത് ഈ രസം ആസ്വദിക്കാനും തമാശ ആസ്വദിക്കാനും അത്രയും പ്രയാസമില്ല, ഒട്ടുമില്ല. വലിയ പ്രയാസമില്ലാതെ കാര്യങ്ങൾ ഓടും. അല്ല, നമുക്ക് വെറുതെ ചുമ്മാ സമയം കൊല്ലാൻ വേണ്ടിയിട്ട് നമുക്കിതിനെ ഉപയോഗിക്കാം. ചിലരൊക്കെ മനോഹരമായിട്ട് ഹാസ്യം ചെയ്യുന്നുണ്ട്, പൊട്ടിച്ചിരിക്കാൻ പറ്റും നമുക്ക്. ഞാനിത് ആസ്വദിക്കുന്ന ഒരാളാണ്, അവരെ ഞാൻ കുറ്റം പറയുന്ന ഒരാളല്ല. അതൊരു കലാരൂപം തന്നെയാണ്, ഒരു കലാരൂപം എന്ന നിലയ്ക്ക്. മറ്റേത് അങ്ങനെയല്ല. മറ്റതിന് മനുഷ്യനെ സംസ്കരിച്ചെടുക്കുക എന്ന ദൗത്യം കൂടി അത്. കഥാർസിസ് എന്ന് പറയുന്ന
ആ ഒരു സംഭവം കൂടി അതിനകത്തൊക്കെ ഉണ്ട്. ഇതങ്ങനെയല്ല, ഇത് നമ്മളൊരു എൻ്റർടൈൻമെൻറ്റ് മാത്രമായിട്ടിരിക്കുകയാണ്. അല്ല, ഇപ്പം പിന്നെ അത് മാത്രമല്ല, ഇപ്പം ന്യൂസും എൻ്റർടൈൻമെൻ്റ് ആണല്ലോ. അപ്പോൾ പിന്നെ അതുകൊണ്ട് അവർ തമ്മിലാണ് ഇപ്പോൾ മത്സരം നടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അപകടം അതിനകത്ത് സംഭവിച്ചു. വലിയൊരു സാംസ്കാരിക വിദ്യാഭ്യാസം, അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു വലിയൊരു സാംസ്കാരിക വിദ്യാഭ്യാസ പദ്ധതി നമുക്കില്ലാതെ അതിൽ പുതിയ പരീക്ഷണവും വന്നില്ല. അതിൽ പരീക്ഷണം വന്നില്ല. ഇത് വന്നതാണെങ്കിൽ ഈ രംഗത്ത് താല്പര്യവുമില്ല. അപ്പോൾ അങ്ങനെയാണ് നിന്നുപോയത്. അതിൽ സംഗീതം ഉണ്ടായിരുന്നു, കവിതയുണ്ടായിരുന്നു, കഥയുണ്ടായിരുന്നു, അഭിനയം ഉണ്ടായിരുന്നു, എന്തെല്ലാം ഉണ്ടായിരുന്നു. അതിൻ്റെ എല്ലാം പോയി. എന്തായാലും ആ കാലത്ത് ജീവിച്ച് അതിൻ്റെ ഗുണഭോക്താവായ ഞാൻ ഇപ്പോഴും അത് വളരെ കൃതജ്ഞതാപൂർവ്വം അനുസ്മരിക്കുന്നു. അത് സത്യത്തിൽ നമ്മുടെയൊക്കെ കൗമാര മനസ്സിൽ ഈ സാഹിത്യാഭിരുചി വളർത്തുന്നതിൽ കഥാപ്രസംഗം വഹിച്ച ഒരു പങ്ക്, ഞാൻ സാംബശിവന്റെ സംഭാവന കൃതജ്ഞതാപൂർവ്വം സംസ്കാരം ഉണ്ടാക്കിയെടുക്കുന്നതിൽ അവർ വഹിച്ച പങ്ക് വളരെ വലുതാണ്. സത്യത്തിൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഒരു വള്ളി നിക്കറും ഇട്ട് ഞാൻ ഈ അനീസ് എന്ന കഥാപ്രസംഗം കണ്ടു. പിന്നെ റാണിയൊക്കെ പറയുന്നതും പുള്ളി, അതൊക്കെ അന്ന് എനിക്ക് റാണിയെന്നോ മന്ന പേരിവൾക്കേകിയ ഭാവന ആരുടേതാകാം. റാണിയെന്നോ മന്ന, അത് ഈ സാംബശിവന്റെ ടെക്നിക്ക്. അത് രണ്ടാമത് റാണിയെന്നോ മന്ന, പിന്നെ മറ്റേയാളാണ് പാടുന്നത്, ഹാർമോണിസ്റ്റാണ് പാടുന്നത്. അത് തിരുനെല്ലൂർ കരുണാകരൻ്റെ കവിത ആ രൂപത്തിൽ കിടന്നെങ്കിൽ ഇത്രയും ജനങ്ങളിൽ എത്തില്ലായിരുന്നു. അല്ല, അത് എത്തില്ലായിരുന്നു. അത് കഥാപ്രസംഗം അല്ല, അത് മാത്രമല്ല, ഇപ്പോൾ ചങ്ങമ്പുഴയുടെ കൃതികൾ പോപ്പുലറാക്കിയതിലും കടാമംഗലത്തിനും ഒക്കെ വലിയ പങ്കുണ്ട്. അതുപോലെ പിന്നെ ശങ്കരക്കുറുപ്പിൻ്റെ ചന്ദനക്കട്ടിൽ, പക്ഷെ അത്രയും അങ്ങോട്ട് എത്തിയില്ല, അത്രയും സ്വീകാര്യത വന്നില്ല. വയലാറിൻ്റെ ഐഷ, മാമല നാട്ടിൽ തമ്പുരാട്ടിക്ക് ഒരു കട്ടിൽ വേണം, കട്ടിൽ വളരെ സിമ്പിളായിട്ട് ചെയ്തേക്കുന്ന ഒരു സാധനമാണ്. അത് സാംബശിവൻ അവതരിപ്പിച്ചിരുന്നു, മറ്റൊരു കഥാപ്രസംഗം പോലെ അത്ര പോപ്പുലറായില്ല. അപ്പം എന്തായാലും ഈ ഒരു സംസ്കാരം പോയി എന്നുള്ളത് സത്യമാണെങ്കിലും മറ്റൊരു സംസ്കാരം അവിടെ വരട്ടെ. അത് നമ്മുടെ ചരിത്രത്തിൽ, സാംസ്കാരിക ചരിത്രത്തിൽ കഥാപ്രസംഗം ഇപ്പോഴും ഉണ്ട്. പക്ഷേ അതിന് പിന്തുടർച്ചയില്ലാത്തത് എന്തുകൊണ്ടായാലും ഒരുപക്ഷെ കാലത്തിൻ്റെ ആ അനിവാര്യത ഇപ്പോൾ തോന്നാത്തത് കൊണ്ടായിരിക്കും. എങ്കിലും കഥാപ്രസംഗ കലാകാരന്മാരെയും അവരെക്കുറിച്ച് ഓർമ്മിക്കാനിവിടെ ഒരവസരം കിട്ടിയതിൽ സന്തോഷം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.